നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിട്ടാണ് ആദ്യമായിട്ട് വരുന്നത്. അതെ, പ്രധാനമന്ത്രിയായിട്ടാണ്. അതിനു മുന്നേ ഒരു MLA പോലും ആയിരുന്നില്ല. ഇല്ല. അപ്പം മുഖ്യമന്ത്രിയായിട്ടാണ് ആദ്യമായിട്ട് വരുന്നത്. അതെ. ആദ്യം മുഖ്യമന്ത്രിയാവുന്നു, പിന്നെയാണ് അദ്ദേഹം MLA ആവുന്നത്. അതെ. അതുപോലെ നേരത്തെ മന്ത്രിയോ ഒന്നും ആയിട്ടില്ല. ഭരണതലത്തിൽ യാതൊരു ഇതും ഉണ്ടായിരുന്ന ഒരാളായിരുന്നില്ല അദ്ദേഹം. പക്ഷെ നേരിട്ട് അതിനെപ്പറ്റി അദ്ദേഹത്തെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്. അന്ന് വാജ്പേയിജി ആയിരുന്നു പ്രധാനമന്ത്രിയായിരുന്നത്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നരേന്ദ്രമോദിയെ വാജ്പേയി വിളിക്കുന്നു. അപ്പോൾ മോദിജി വാജ്പേയി കാണുന്നു. അപ്പോൾ ചോദിക്കുന്നു. അപ്പം വാജ്പേയി പറയുന്നത് വളരെ രസകരമാണ്. വാജ്പേയി പൊതുവെ ഒരു തമാശയും കൂടെ ചേർന്നിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ അദ്ദേഹം പറയാണ്, താങ്കൾ ഈ പഞ്ചാബി ഫുഡ്, ഡൽഹിയിലുള്ള പഞ്ചാബി ഫുഡൊക്കെ കഴിച്ചിട്ട് താങ്കൾക്ക് നല്ല തടി വെക്കുന്നുണ്ട്. താങ്കൾ ഇതൊന്ന് തടി കുറയ്ക്കണം, താങ്കൾ ഒന്ന് ഗുജറാത്തിലേക്ക് പോകണം എന്ന് പറയുന്നത്. അപ്പോൾ മോദിക്ക് കാര്യം മനസ്സിലാവുന്നില്ല, എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ മോദി ചോദിച്ചു, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ദേശീയ ജനറൽ സെക്രട്ടറി. അതെ, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, താങ്കൾ നീ ഗുജറാത്ത് കേന്ദ്രമാക്കിയിട്ട് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോ മോദി വിചാരിച്ചു ഗുജറാത്ത് കേന്ദ്രമായി സംഘടനാ ചുമതലയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഗുജറാത്തിന്റെ മാത്രം ചുമതലയുള്ളൂ, അതോ വേറെ വല്ല സംസ്ഥാനങ്ങൾ നോക്കണോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. അപ്പോഴാണ് വാജ്പേയി പറയുന്നത്, താങ്കൾ അവിടെ തെരഞ്ഞെടുപ്പിന് നിൽക്കണം എന്ന് പറയുന്നത്. മോദിയെ സംബന്ധിച്ച് അതൊരു അദ്ദേഹം പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഞാൻ ഭരണം എന്നുള്ളത് അല്ലെങ്കിൽ ഭരിക്കാൻ കയറുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമല്ല, എനിക്കതിന് താല്പര്യമില്ല എന്നാണ് വാജ്പേയിയോട് മോദി പറയുന്നത്. അങ്ങനെ ഈ ഒരു ചർച്ച 5 ദിവസം നീണ്ടു നിന്നു എന്നാണ് വായിച്ചിട്ടുള്ളത്. 5 ദിവസം നീണ്ടു നിന്നു. അവസാനമാണ് നരേന്ദ്രമോദി ഈ നിർദ്ദേശം അംഗീകരിക്കുകയും ഗുജറാത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു ടേണിംഗ് പോയിന്റ്. അതെ, പൊതുവെ ഈ RSSന്റെ സംഘടനാ സംവിധാനത്തിലെ ഒരു ചർച്ചയുണ്ട്. പൊതുവെ ഞങ്ങളെല്ലാവരും പറയുന്ന നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ചർച്ചയുണ്ട്. അതായത് നിങ്ങളെ ഒരു ചുമതലയിലേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ചോദിക്കുമ്പോൾ എനിക്കതിൽ താല്പര്യമില്ല എന്നുള്ളൊരു സംസാരം വരും. അപ്പോഴാണ് പറയുന്നത്, നിങ്ങൾക്ക് താല്പര്യമില്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങളെ ആ ചുമതലയിലേക്ക് നിയോഗിക്കുന്നത് എന്ന്. പൊതുവെ രാഷ്ട്രീയ മേഖലയിൽ അത് വലിയൊരു ഘടകമാണ്. കാര്യം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മേഖലയായിട്ടാണ് ജനങ്ങൾ ഉൾപ്പെടെ കരുതുന്നത്. അങ്ങനെ ഒരു മേഖലയിലേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ അതിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ നരേന്ദ്രമോദി നോക്കിയ കാര്യം സംഘടനയിൽ നിൽക്കുന്നത് പോലെ അല്ലല്ലോ ഒരു ഭരണത്തിലെത്തുമ്പോൾ. അപ്പോൾ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും, പല കാര്യങ്ങൾ നോക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അത് വേണ്ടാന്ന് പറഞ്ഞത്. പക്ഷെ അന്നത്തെ ആ തീരുമാനം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായിരുന്നു. കാര്യം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി 3 പ്രാവശ്യം മുഖ്യമന്ത്രിയായി, അതിനുശേഷം പ്രധാനമന്ത്രിയായി, ഇത് 3ാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രി ആകുമെന്നുള്ള ഇത് വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്കാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് വളർന്നു വന്നത്. നേരത്തെ താങ്കൾ പറഞ്ഞു ഭാരതം മൊത്തം സഞ്ചരിച്ചിരുന്നു. സത്യമാണ്, ഭാരതത്തിലെ 400 ജില്ലകളോളം അദ്ദേഹം പറയുന്ന ഒരു കാര്യം തന്നെയാണത്. കാര്യം എന്തുകൊണ്ടാണ് എനിക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതെന്നും അത് ഈ രാജ്യത്തെ അത്ര വ്യത്യസ്തവും അല്ലെങ്കിൽ ഭാഷ, സംസ്കാരം എല്ലാം കൊണ്ടും വ്യത്യസ്തമായ പല ജനവിഭാഗങ്ങൾക്കിടയിൽ സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഭാരതത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് RSSനെ സംബന്ധിച്ച് ആദ്യത്തെ 2ാമത്തെ സർസംഘചാലക് ഗുരുജി ഗോൾവൽക്കർ, അദ്ദേഹം 33 വർഷം സർസംഘചാലകായിരുന്നു. അപ്പോൾ 66 പ്രാവശ്യമാണ് ഭാരതത്തിൽ സഞ്ചരിച്ചത്. പ്രത്യേകിച്ചും RSSന്റെ സംഘടനാ സംവിധാനത്തിൽ ഒരിക്കലും ഹോട്ടലുകളിലോ മറ്റോ അല്ല താമസിക്കുന്നത്, ഒന്നുകിൽ വീടുകളിൽ. അപ്പോൾ അത്രത്തോളം ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഒരു ഘടകമാണ്. അതുപോലെ തന്നെയാണ് പ്രചാരകമായിരുന്നതിന് ശേഷവും നരേന്ദ്രമോദിക്ക് അതൊരു വലിയ അനുകൂല ഘടകമാണ്. രാജ്യത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് പ്രധാനമന്ത്രിയാകുന്ന പോലെയല്ല, അല്ലെങ്കിൽ ഭാവി പ്രധാനമന്ത്രിയാകുന്നത് പോലെയല്ല ഈ രാജ്യത്തെ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ, ജനങ്ങളുടെ ഒരു മനസ്സ് വായിച്ചറിയാൻ പറ്റുന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്കിൽ. പദ്ധതികൾ, അതുകൊണ്ടാണ് അത്രയും പദ്ധതികൾ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചത്. എന്തായാലും ഒരു പൊളിറ്റിക്കൽ പഠന വിഷയം തന്നെയാണ് നരേന്ദ്രമോദി എന്ന നേതാവ്, സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം, അതായത് നമ്മൾ പറയുമ്പോൾ അതൊരു രാജയോഗം എന്നൊക്കെ പറയേണ്ടി വരും. കാര്യം ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ നേരിട്ട മറ്റൊരു നേതാവ്, ഒരു കാലത്തല്ല, എനിക്ക് തോന്നുന്നത് ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇത്രയും വേട്ടയാടപ്പെട്ട മറ്റൊരു നേതാവ് ഉണ്ടോ എന്ന് സംശയമാണ് പല രീതിയിൽ. അന്ന് പറയുന്നുണ്ട്, ഈ CBIയുടെ അന്വേഷണത്തിൽ RK രാഘവൻ ഡയറക്ടറായിട്ടുള്ള CBI അന്വേഷണത്തിൽ നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്യണം. 9 മണിക്കൂർ ചോദ്യം ചെയ്തു. അപ്പൊ എല്ലാവരും പ്രതീക്ഷിച്ചത്, മാധ്യമ പടകളൊക്കെ കാത്തു നിൽക്കുകയാണ്, മോദി ഒരു കൂട്ടം അഭിഭാഷകരുമായിട്ട് കടന്നു വരും എന്നൊക്കെയാണ് കരുതുന്നത്. മോദി ഒരാളായിട്ട് വന്നു സംസാരിച്ചു. ഒരു ഇരവാദമില്ല, ഒന്നുമില്ല. ഇന്നത്തെ കെജ്രിവാളും അവരൊക്കെ നടത്തുന്ന ഇരവാദങ്ങൾ നമുക്കറിയാം. അത് പ്രത്യേകിച്ച് വക്കീലിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്നുമില്ല, അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹത്തിന് പറയാൻ പറ്റും. അദ്ദേഹം വന്നു, 5 മണിക്കൂർ, മൊത്തം 9 മണിക്കൂർ, 2 ഘട്ടമായിട്ട് 9 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്ത് കഴിഞ്ഞു. എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, തിരിച്ചുപോയി. ഒന്നും സംഭവിച്ചില്ല. അതായത് പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് RK രാഘവൻ
അടങ്ങുന്ന ടീം അന്ന് മോദിക്ക് ഇതില്ല എന്ന് പറഞ്ഞ് പങ്കില്ല എന്ന് പറഞ്ഞ് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നേരിട്ടൊരു നേതാവ് അത്രത്തോളം കല്ലെറിയപ്പെട്ട, ഇപ്പോൾ പ്രസംഗങ്ങൾ പറയാറുണ്ട്, എനിക്ക് നേരെ വന്ന കല്ലുകളെല്ലാം ഞാൻ കൂട്ടി വെച്ചു, അതിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു നേതാവാണ് അദ്ദേഹം.